വെൽക്കം ടു ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പേഴ്സണലി അല്ലെങ്കിൽ നമ്മുടെ ഇൻവിറ്റേഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജിൽ പറയുന്നത് പോലെ ഒരു പാർട്ട് ടൈം ബിസിനസ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ വരുമാനമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഒത്തിരി സഹായകരമായിരിക്കും. ഓർക്കുക, ഇന്നത്തെ ഒരു പ്രോഗ്രാം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോഗ്രാമാണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് സെഷൻസ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ലഭിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് മറ്റാരുമല്ല, ചിത്രത്തിൽ കാണുന്ന ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, അവർ ബിലൗഡ് ചെയർമാൻ സമീർ മോദി സർ. ആദ്യം അദ്ദേഹത്തിന് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒട്ടനവധി സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നമ്മുടെ ബിലൗഡ് ചെയർമാൻ നമുക്ക് ഷെയർ ചെയ്യുന്നത്. റൈറ്റ്, ഇത് നമ്മുടെ ബിസിനസ്സുമായിട്ടല്ല, പേഴ്സണലി നമ്മളോടൊന്ന് ചോദിക്കുക, ആർ യു ലിവിങ് വിത്ത് യുവർ ഡ്രീം? ശരിക്കും നമ്മൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളോടൊപ്പമാണോ ജീവിക്കുന്നത്? ആ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മളെ ജീവിതം നമ്മൾ തുടങ്ങിയത്, അല്ലെ? കാറ്, വീട്, അത്തരത്തിലുള്ള വലിയൊരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ, റൈറ്റ്? എന്നാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ നിർബന്ധിതരായി എന്നുള്ളതാണ് സത്യം. അല്ലാതെ നമുക്ക് സ്വപ്നങ്ങളില്ലാത്തതല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ വരുമാനങ്ങൾക്കനുസരിച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്നു. പല സ്വപ്നങ്ങളും നമ്മൾ വിട്ടുകളഞ്ഞു. ഇനി ഈ ജന്മത്തിൽ ഇതൊന്നും പോസിബിൾ അല്ല, ഇതൊന്നും നടക്കില്ല എന്ന രീതിയിൽ. എന്നാൽ ഈ ചിത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായ ഒത്തിരി സ്വപ്നങ്ങൾ നേടിയെടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത്, നമുക്ക് ഇത്തരത്തിലൊരു സ്വപ്നം നമുക്ക് വേണോ? നമുക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കണോ എന്നുള്ളൊരു ചോദ്യം. ആർ യു ലിവിങ്? നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ വേണോ? ഒരു സ്വപ്നം അച്ചീവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളതാണ്. നമ്പർ 2, നമുക്ക് എല്ലാവർക്കും അറിയാം ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുക. ജോലി ആയിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, എന്തുമാവട്ടെ. എന്നാൽ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇല്ലായ്മയിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ മരിക്കണം എന്നൊന്നുമില്ല, നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഈ മരിച്ച് കിട്ടുന്ന കാശിന് പാസീവ് ഇൻകം എന്നല്ല പറയാം, അത് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം ആണ് കേട്ടോ. മരിച്ച് കിട്ടുന്ന കാശല്ല, നമുക്ക് ഉറങ്ങുന്ന സമയത്തും, നമുക്ക് ഉണർന്നിരിക്കുമ്പോഴും ഈവൻ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴും നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ വരുമാനം എന്താ പറയുക വന്നുകൊണ്ടേയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഈ പാസീവ് ഇൻകം ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ നമ്മൾ നോക്കിയാൽ അറിയാം, റൈറ്റേഴ്സ് ഒക്കെയാണ്. നമ്മൾ ഈ ബുക്ക് എഴുതുന്ന ആളുകൾക്കൊക്കെയാണ് ശരിക്കും ഒരു പാസീവ് ഇൻകം റിയലി എൻജോയ് ചെയ്യുന്നത്. അവരുടെ ബുക്ക് ഏത് കാലത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് അവർക്കൊരു ചെറിയൊരു റവന്യൂ കിട്ടും. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇടുന്ന ഓരോ എഫേർട്ടിനും നമ്മുടെ തലമുറകൾ വരെ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി. എന്നാൽ ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാലയളവ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് ഒന്നും വേണ്ട. ഏറ്റവും മിനിമം ഒരു 2 to 5 years നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത്തരത്തിലുള്ള ഒരു പാസീവ് ഇൻകത്തിനുള്ള വലിയൊരു സാധ്യതയാണ് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ബിസിനസ് മോഡലിന്റെ പേര് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്നത്, ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് ഇൻഡസ്ട്രി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഡയറക്റ്റ് സെല്ലിംഗ്. അമേരിക്ക അല്ലെങ്കിൽ മലേഷ്യ, സിംഗപ്പൂർ പോലത്തെ ഒട്ടനവധി രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒട്ടനവധി രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അവിടുത്തെ കോടീശ്വരന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ മേ ബി അതിൽ 10, 20, 30% ആളുകൾ ഡയറക്റ്റ് സെല്ലേഴ്സ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഈ ഒരു ബിസിനസ്, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാണ്, ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ്. ഇതിനെ മണി ചെയ്യുന്നെന്നും, അല്ലെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കുന്ന, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയിട്ട് 10 ലക്ഷം തിരിച്ചു കിട്ടുന്ന അത്തരത്തിലുള്ള ഒരു വളരെ ഒരു മോശം ഒരു ചിത്രമാണ് പല ആളുകളുടെയും ഉള്ളിലുള്ളത്. റൈറ്റ്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് അറിയാം. ഒരു ഉൽപ്പന്നം, ഒരു കമ്പനിയുടെ കയ്യിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാവും. ആ കമ്പനിയുടെ ഉൽപ്പന്നം വിതരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വഴി, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ, അല്ലെങ്കിൽ ഒരു രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന രീതി. ഇത് നമുക്ക് പരിചയമുള്ള ഒരു രീതി എന്ന് പറയുന്നത് ട്രഡീഷണൽ ബിസിനസ് ആണ്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് 35 രൂപ അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് വിത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ
ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലെത്തുമ്പോഴേക്കും അത് 45 ആവുന്നു. ഹോൾസെയിൽ, റീറ്റെയിൽ, ആഡ്, പരസ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സ്പെൻസുകൾക്ക് ശേഷം അതിന്റെ പ്രൈസ് MRP ഏകദേശം ഒരു 100 രൂപയോളം അതിന്റെ പ്രൈസ് ആയിട്ട് വരും. അമ്മേ കറക്റ്റ് അല്ലെ? ഡൽഹിയിൽ ഉൽപ്പാദിച്ച ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ തൊട്ടടുത്ത്, ഇപ്പം എൻ്റെ സ്ഥലം പട്ടാമ്പിയാണ്, എൻ്റെ പട്ടാമ്പിക്ക് തൊട്ടടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി കൈകളിലൂടെയാണ് ആ പ്രോഡക്റ്റ്സ് വരിക. ദെൻ ആ പ്രോഡക്ട്സ് നമ്മൾ പരിചയപ്പെടുത്താൻ ഒട്ടനവധി ആഡ് റവന്യൂ അല്ലെങ്കിൽ ആഡ് എക്സ്പെൻസ് ഇവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പറയുന്ന ഇടനിലക്കാരോ പരസ്യങ്ങളോ മറ്റുള്ള യാതൊരുവിധ എക്സ്പെൻസുകളും ഇല്ലാതെ ആ എക്സ്പെൻസ് നമുക്ക് തന്നെ തിരിച്ചു തരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രോഫിറ്റ് നമുക്ക് തന്നെ കിട്ടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതേ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. മോദി കേരള അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടില്ല. റൈറ്റ്, നമ്പർ 1. നമ്പർ 2, ഇത്തരം കമ്പനികളോ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ പരസ്യം നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയില്ല. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പരസ്യമുള്ള പ്രോഡക്റ്റുകളാണ് നല്ലതെന്നാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിശ്വസിച്ചിട്ടുള്ളത്. ആക്ച്വലി അല്ല, നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾക്ക് പരസ്യത്തിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ക്ലിയർ? സോ ഈ ഇടനിലക്കാർക്കും അല്ലെങ്കിൽ പരസ്യത്തിനും കൊടുക്കുന്ന ഒരു ഭീമമായ തുക നമുക്ക് തന്നെ തിരിച്ചു തരുന്ന ഒരു മനോഹരമായ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവതരിപ്പിക്കുന്നത് നമ്മുടെ കമ്പനിയാണ്, മോദി കെയർ കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇസ് നൺ അതർ ദാൻ മോദി കെയർ കമ്പനി. ഇന്ന് നമുക്ക് ഒത്തിരി അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഏകദേശം 30 വർഷം കംപ്ലീറ്റ് ചെയ്ത ദ മോസ്റ്റ് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് മോദി കെയർ കമ്പനി. ചെയർമാൻ അല്ലെങ്കിൽ മോദി ഗ്രൂപ്പിനെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ഏകദേശം ഒരു 933 കാലം തൊട്ട് ബിസിനസ് രംഗത്തുള്ള ഒരു ഇന്ത്യൻ ഫാമിലിയാണ് മോഡി ഗ്രൂപ്പ്, മോഡി എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 92 വർഷത്തെ പാരമ്പര്യമുള്ള 120ഓളം രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓർഗനൈസേഷനാണ് മോഡി ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ചെയർമാൻ്റെ ഇന്റർനാഷണൽ യാത്രകൾക്കിടയിലാണ് ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു ബിസിനസ് മോഡൽ വളരെ സക്സസ്ഫുള്ളായി വളരുകയും ആ രാജ്യത്തുള്ള ഒട്ടനവധി സാധാരണ ആളുകൾ ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കുന്ന ആ ഒരു മോഡല് കണ്ട് ഇഷ്ടപ്പെട്ട് തൻ്റെ രാജ്യത്തും ഒട്ടനവധി സാധാരണക്കാർക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ആസാദി, ആ ഒരു ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. നമ്മുടെ ബിലൗഡ് ചെയർമാൻ മറ്റാരുമല്ല, ചിത്രത്തിൽ കാണുന്ന സമീർ മോദി സാറാണ് നമ്മുടെ ചെയർമാൻ. റൈറ്റ്. കമ്പനി ബാക്ക്ഗ്രൗണ്ട് ശേഷം നമ്മൾ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കമ്പനിയിൽ 14 കാറ്റഗറിയിലായിട്ട് ഏകദേശം 1000-ലധികം ഉൽപ്പന്നങ്ങൾ ഇന്ന് കമ്പനിയിലുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം കമ്പനിയുടെ യുണീക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഉൽപ്പന്നങ്ങളൊന്നും നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതല്ല. റൈറ്റ്. ഏകദേശം ഒരു 14 കാറ്റഗറി ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളിൽ ഓരോ പ്രോഡക്ട്സിനും യുണീക്ക് ക്വാളിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഓരോ പ്രോഡക്ട്സിനും ഡീറ്റെയിൽഡ് ട്രെയിനിങ് വരെ നമുക്ക് കിട്ടുന്നതാണ്. അത്രയും ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഒരു ചെറിയൊരു പ്രസന്റേഷനിൽ എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറയുന്നത് അത് അത്ര പോസിബിൾ അല്ല. തൽക്കാലം ഞാനൊരു സെഗ്മെന്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ. ആദ്യത്തെ ഒരു സെഗ്മെന്റ് ആണ് വെൽനസ്. സുഖം. നമുക്ക് നല്ല സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഒട്ടനവധി പ്രോഡക്ട്സ് ഉണ്ട്. ഇതിനെ സപ്ലിമെന്റ് പ്രോഡക്ട്സ് ആണെന്ന് പറയുന്നത്. സപ്ലിമെന്റ് പ്രോഡക്ട്സ് എന്നാണ് പറയുക. സപ്ലിമെന്റ്സ് ഇത് ഡ്രഗ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, പ്യുവർലി ഫുഡ് സപ്ലിമെന്റ്സ്. ഞാൻ ഈ എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചും ഡീറ്റെയിൽ ഇത് പറയുന്നില്ല, എങ്കിലും വെൽനസ് എന്താണെന്നുള്ളത് സിമ്പിളി ഞാനൊന്ന് പറയാം. നമ്മൾ പണ്ട് കാലത്തൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഭക്ഷണ രീതി എന്ന് പറയുന്നത് 6 മാസം മണ്ണിന്റെ അടിയിൽ നിന്നും 6 മാസം മണ്ണിന്റെ മീതെ എന്നുമാണ്. നമ്മൾ കറക്റ്റ്. 6 മാസം മണ്ണിന്റെ അടിയിൽ നിന്ന് പറഞ്ഞാൽ ചേന, ചേമ്പ് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, 6 മാസം മണ്ണിന്റെ മീതെ എന്ന് പറഞ്ഞാൽ ചക്ക, മാങ്ങ തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഇപ്പം നമ്മുടെ ഭക്ഷണ രീതി നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഈ പറയുന്ന ഒരു ഭക്ഷണ രീതി അല്ല നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ചും 360 ദിവസം കൂട്ടിക്കിടക്കുന്ന ഒരു കിളിയാണ് നമ്മുടെ ഏറ്റവും നല്ല ഭക്ഷണം, ചിക്കൻ. കറക്റ്റ്. ഞാൻ പറയാം, നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ പണ്ട് കാലത്തുണ്ടായിരുന്ന എന്താ പറയുക അസുഖങ്ങളെക്കാൾ ഇന്ന് ഒത്തിരി അസുഖങ്ങൾ ഇന്ന് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം പണ്ട് കാലത്തിനേക്കാൾ നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയും മറ്റുള്ള കാര്യങ്ങൾ മോശമായിട്ടല്ല, അത് ഒരുപാട് ഡെവലപ്ഡായി. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ നമുക്ക് ഒത്തിരി ഡിസീസസ് തരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി സപ്ലിമെന്റ് പ്രോഡക്ട്സുകൾ നമുക്ക് ലഭ്യമാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സെഗ്മെന്റ്.
ഇതിലെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ട്രെയിനിങ്സ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഈ പറയുന്ന ആഴ്ചകളിൽ നടക്കുന്ന ഓൺലൈൻ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലോക്കലി അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന ഓഫ്ലൈനിലൊക്കെ നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമുകൾ നമുക്ക് ലഭ്യമാണ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് കൃഷി. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട നമ്മൾ കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ ഏരിയയിൽ നനയ്ക്കാനും അതിന്റെ വളവുമായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും നമുക്ക് ഒട്ടനവധി കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെഗ്മെന്റിൽ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഹോം കെയർ, വീട് ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ലഭ്യമാണ്. പാത്രം കഴുകുന്നത്, നിലം തുടയ്ക്കുന്നത്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഇതിൽ ഒരു പ്രോഡക്റ്റ് ഞാനത് പറയാം, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്. എല്ലാ പ്രോഡക്റ്റും സൂപ്പറാണ്. ഞാൻ ഓരോ സെഗ്മെന്റിലും പറ്റുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രം. ടോയ്ലറ്റ് ക്ലീനിങ്ങിൽ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് ബിയോണ്ട് ബ്ലൂ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കളർ ചേഞ്ചിങ് ഫോർമുലയാണ്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് 90 സെക്കൻഡ് ഫോർമുലയാണ്. ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് 90 സെക്കൻഡ് ഫോർമുല. 90 സെക്കൻഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൽ അതൊന്ന് ഒഴിക്കുന്നു, ഒരു 90 സെക്കൻഡ് കൊണ്ട് നമ്മളുടെ പർപ്പസ് അത് ക്ലീൻ ആവാന്ന് പറയുന്ന ഒരു പർപ്പസ് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടനവധി പ്രൊഡക്റ്റുകൾ മിനിമം 20 മിനിറ്റും അരമണിക്കൂറൊക്കെ ലീവ് ചെയ്ത് അത് അവിടെ ഒഴിച്ചു വെച്ച് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ്സുകളാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആരും അരമണിക്കൂറൊന്നും ഇത് ഒഴിച്ചു വെച്ച് ഉപയോഗിക്കാറുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ സെഗ്മെന്റ്, ഒരുപാട് പ്രോഡക്റ്റുകൾ ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് ലഭ്യമാണ്. ദെൻ വാഷ്മേറ്റ്, തുണി അലക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വലിയ ഒരു ഭാരമായിട്ടുള്ളൊരു ജോലിയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, വേണമെങ്കിൽ പുരുഷന്മാർക്കും വേണമെങ്കിൽ അതൊരു ഭാരമായിട്ടുള്ള ജോലിയാണ്. എന്നാൽ നമുക്ക് വളരെ ഈസി ആക്കി കൊണ്ടുനടക്കാവുന്ന ഒരു എന്താ പറയുക വീട്ടമ്മമാരുടെ ഒരു കൂട്ടുകാരി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ആണ് വാഷ്മേറ്റ്. അതിൽ ഡിറ്റർജന്റ് പൗഡർ വരുന്നുണ്ട്, ലിക്വിഡ് വരുന്നുണ്ട്, ഡിറ്റർജന്റ് ബാറും വരുന്നുണ്ട്. ഈവൻ നമുക്ക് ബക്കറ്റ് വാഷിനും ഉപയോഗിക്കാം, മെഷീൻ വാഷിനും ഉപയോഗിക്കാം. ദെൻ ബേബി സ്പാ, ഒരുപക്ഷെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു സെഗ്മെന്റ് ആണ് ബേബി സ്പാ, കുട്ടികളുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് അവരുടെ. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് കാറ്റഗറി നമുക്ക് അവിടെ ഉണ്ട്. ഒട്ടനവധി പ്രോഡക്ട്സുകളുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആളുകൾ നമ്മൾ 100% ഐ സ്ട്രോങ്ലി സജസ്റ്റ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സ് ആണ് ബേബി സ്പാ. ദെൻ സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന മനോഹരമായ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഫ്രീഡം നാപ്കിൻ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 8 ലെയർ പ്രൊട്ടക്ഷനിലെ 5 in ടെക്നോളജി ഉപയോഗിക്കുന്ന ഹൈലി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫ്രീഡം നാപ്കിൻ. ഇതിന് നമുക്ക് ഒത്തിരി ഡെമോൺസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. ഇറ്റ്സ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്. ഞാൻ അടുത്തൊരു സെഗ്മെന്റ് ആണ് ഫുഡ് ആൻഡ് ബീവറേജസ്. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒട്ടനവധി പ്രോഡക്ട്സുകളുണ്ട്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രോഡക്ട്സും വേണമെങ്കിൽ ട്രെയിനിങ് എടുക്കാവുന്ന സെഗ്മെന്റുകളാണ്. ഇതിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് ഞാനൊന്ന് പറയാം. ഒന്ന് നമ്മുടെ കൗഗി. കൗഗി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ കൗ ഗീ ആണ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഗീ എന്ന് പറയുന്നത് ഗീനേ ഉണ്ടാവും. അതിൽ കൗവാണോ അല്ലെങ്കിൽ ആടാണോ ഈ പറയുന്ന സെഗ്മെന്റ് ഒന്നും അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത പ്യൂർലി കൗഗിയാണ് ഒരു പ്രൊഡക്റ്റ്. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ രണ്ടുപേര് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുക എന്ന് പറയുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക പ്രോഡക്ട്സുകളും ഒരു നിലവാരവും ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് ആണെന്ന് പറയാൻ ഒരു മടിയുമില്ല. എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിലെ പ്രോഡക്ട്സ് ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്ന് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഇപ്പോൾ ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ചായപ്പൊടി ഏത് കമ്പനി ആവട്ടെ, ഒരു പച്ച വെള്ളത്തിൽ ഗ്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി നോക്കുക. അത് കളർ വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ പ്രോഡക്ട്സ് നിങ്ങൾ മാറ്റി വെച്ചോ. നിങ്ങൾക്ക് ഒരു അല്പം കൂടി ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് കുറച്ച് കാലം ജീവിക്കാം. കാരണം പച്ചവെള്ളത്തിൽ അതിന് കളർ വരുന്നുണ്ടെങ്കിൽ 100% അതിൽ കളർ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. തേയില തിളച്ചാൽ മാത്രമാണ് അതിന് കളർ വരാൻ പാടുള്ളൂ. സോ ഇവിടെ നമുക്കൊരു നല്ല ഒരു ക്വാളിറ്റി ലീഫാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയും കമ്പും കുരും ഒക്കെ അടങ്ങുന്ന പ്യുവർ ലീഫ്. തിളപ്പിക്കും തോറും നിറം വരുന്ന ഫസ്റ്റ് ക്ലാസ് ടീ നമുക്ക് കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മോദി കേരള ഈ ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ കൂടുതൽ എല്ലാ പ്രോഡക്ട്സിലേക്കും പോകുന്നില്ല. റൈസ് ബ്രാൻ ഓയിൽ വരുന്നുണ്ട്, അതുപോലെ കോക്കനട്ട് ഓയിൽ വരുന്നുണ്ട്, ബസുമതി റൈസ് വരുന്നുണ്ട്, അതുപോലെ പിക്കിൾസ് വരുന്നുണ്ട്, അതുപോലെ ഗ്രീൻ ടീ വരുന്നുണ്ട്. ഒട്ടനവധി പ്രോഡക്ട്സുകളുണ്ട്. ദെൻ മറ്റൊരു സെഗ്മെന്റ് ആണ് സോഫ്റ്റ് വാഷ്. നമ്മൾ കൈ കഴുകാനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ബാത്തിങ് സോപ്പൊക്കെ അടങ്ങുന്ന ഒരു നല്ലൊരു സെഗ്മെന്റ് ആണ്. ആരോ ഒരാള് വരയ്ക്കുന്നുണ്ട്, ഫോക്കസ് അങ്ങനെ എന്തോ കണ്ടു. രൂപേ സാർ ഒന്ന് ചെക്ക് ചെയ്യണേ.
മേ ബി നിങ്ങൾ മനഃപൂർവ്വം വരയ്ക്കുന്നതാവണമെന്നില്ല. ചിലപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ ചില ആളുകൾ മൊബൈൽ സൂം ചെയ്യുമ്പോൾ അറിയാതെ പറ്റുന്നതായിരിക്കാം. ഇനി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം. ഓക്കെ. TGS അമൃത, ഈ വരയ്ക്കുന്ന ആള് നമുക്കിതിൽ കാണാൻ പറ്റും. ശ്രദ്ധിക്കണേ. ഓക്കെ. സോ നമുക്ക് പേസ്റ്റ്, അടുത്തൊരു സെഗ്മെന്റ് ആണ് പേസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിന്റെ ഉപയോഗ രീതിയിൽ ഏറ്റവും കൂടുതൽ കെമിക്കൽ കണ്ടന്റോട് കൂടി നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പേസ്റ്റ്. ഇവിടെ 100% ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി പേസ്റ്റ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. 4 കാറ്റഗറി പ്രോഡക്ട്സുകളുണ്ട് പേസ്റ്റ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ബ്രഷ് ഉണ്ട്. അബ്സൊല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ്. ദെൻ അതുപോലെ സലൂൺ, നമ്മുടെ ഷാംപൂ, അതുപോലെ കണ്ടീഷണർ, ഇത്തരത്തിലുള്ള ഒത്തിരി പ്രോഡക്ട്സുകൾ. സലൂൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഹെയർ കളറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അടിപൊളി പ്രോഡക്ട്സ് ആണ്. ദെൻ അതുപോലെ വെലോസിറ്റി, ജെൻസിന്റെ ഗ്രൂമിങ്ങുമായി ബന്ധപ്പെട്ട മുടി വളരാനും മെയിൻറ്റെയിൻ ചെയ്യാനും ദെൻ മുടി റിമൂവ് ചെയ്യാനുള്ള റേസർ ഉൾപ്പെടെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. 1 സെക്കൻഡ്. ഓക്കെ. ദെൻ ശ്ലോക സ്കിൻ കെയറിൽ ഇതേപോലെ തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് സ്കിൻ കെയറിലുണ്ട്. SPF സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉൾപ്പെടെ മോയ്സ്ചറൈസർ ക്രീം ഉൾപ്പെടെ ഒട്ടനവധി പ്രോഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഫ്രൂട്ട് ഓഫ് എർത്ത്, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റിൽ നമുക്കൊരു നല്ല ഒരു കാറ്റഗറി പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഷാംപൂ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്ട്സ് ആ ഒരു സെഗ്മെന്റിൽ വരുന്നുണ്ട്. ഞാൻ ഒന്ന് സ്പീഡിൽ പോകുന്നു. ദെൻ എസെൻഷ്യൽ പൗഡർ, സ്പ്രേ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ. അർബൻ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ഒരു കാറ്റഗറി പ്രോഡക്ട്സ് അർബൻ കളറിൽ വരുന്നുണ്ട്. ഒരു പ്രീമിയം കാറ്റഗറി, ഒരു ഹൈ ക്വാളിറ്റി നല്ലൊരു പ്രോഡക്ട്സ് ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് വാച്ചസ് വരുന്നുണ്ട്, അതുപോലെ ബാഗ് വരുന്നുണ്ട്, അതുപോലെ ക്ലോക്കുകൾ വരുന്നുണ്ട്. ദെൻ അതുപോലെ എൻവറോ ചിപ്പ്, നമുക്ക് നമ്മുടെ റേഡിയേഷൻ പ്രൊട്ടക്ടർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഒരു സെഗ്മെന്റിൽ ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സ് അവിടെ വരുന്നുണ്ട്. ദെൻ റീസെന്റ് ജോയിൻ ചെയ്തിട്ടുള്ള, ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പൊണ്ണത്തടി, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. റീസെന്റ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 3, 4, 5 പേര് അവരുടെ ഓവർ വെയിറ്റിലാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഞാനല്ല, ഈവൻ നമ്മുടെ മിനിസ്റ്റർ മോദി സാർ വരെ അതിനുവേണ്ടി ഒരുപാട് തടി കുറയ്ക്കാനുള്ള കുറേ കാര്യങ്ങളുമായിട്ട് അദ്ദേഹം വരെ കുറേ ആശയങ്ങളൊക്കെ പറയുന്നുണ്ട്. വാട്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നമുക്കൊരു നല്ല സെഗ്മെന്റ് വരുന്നുണ്ട്, ഷേപ്പ് ഷിഫ്റ്റ്. യൂസ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിസൾട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഷേപ്പ് ഷിഫ്റ്റ്. ഡീറ്റെയിൽസ്, ട്രേഡിങ്സ് അതിൻ്റെ അവൈലബിൾ ആണ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിലും ഇതേപോലെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ കാറ്റഗറി വരുന്നുണ്ട്. വെജ് കൊളാജിൻ പോലെ, സൂപ്പർ ഗ്രീൻ പോലെയൊക്കെ ഒരുപാട് പ്രോഡക്ട്സ്. ഇപ്പോൾ വെജ് കൊളാജിനൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 40+ ഏജുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് വെജ് കൊളാജിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊളാജിന്റെ കുറവ് വരുന്ന സമയത്തുണ്ടാകുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സ്കിന്ന് ചുളിയ, അതുപോലുള്ള കുറേ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഒരു നല്ല ഒരു സൊല്യൂഷനാണ് വെജ് കൊളാജിൻ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാം സപ്ലിമെന്റ് പ്രോഡക്ട്സുകളാണ്. ദെൻ വളരെ സ്യൂട്ട് ആയിട്ടുള്ള ഒരു ലവ്ലി കാറ്റഗറിയാണ് ഫോറസ്റ്റ് നെക്ടർ. നമുക്ക് നമ്മുടെ ബ്യൂട്ടി സെഗ്മെന്റിൽ വരുന്ന മറ്റൊരു മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണ്. ദെൻ പ്ലാസ്റ്റിക്സ്, നമ്മൾ വളരെ ക്വാളിറ്റിയുള്ള നിലവാരമുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. എന്നാൽ ഇത് സേവ് ചെയ്യുന്നതും ഇത് സെർവ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഏറ്റവും നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക്കിലാണെന്നുള്ളതാണ് മറ്റൊരു പരമാർത്ഥം. ഇവിടെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ക്വാളിറ്റി, വണ്ടർഫുൾ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് സോൾഷെഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത്. ദെൻ ഇത്രയുമാണ് നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറി. ഇനിയും ഒരുപാട് പ്രോഡക്ട്സുകൾ വരുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തൊരു ഐ തിങ്ക് ഒരു 2-3 മന്ത്സിന്റെ ഉള്ളിൽ മോർ ദാൻ 100 പ്രോഡക്ട്സ് ഇനിയും കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രോഡക്ട്സും യുണീക് ക്വാളിറ്റി ആയിരിക്കും. എല്ലാ പ്രോഡക്ട്സിനും അതിന്റെ ബെനിഫിറ്റ്സും ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. റൈറ്റ്? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. സോ ഈ ഒരു ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ഈ ഒരു ബിസിനസിന്റെ ഭാഗമാകും. മുദികേർ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് 2 രീതിയിൽ ഭാഗമാകും. ഒന്ന്, ഒരു പ്രിഫേർഡ് കസ്റ്റമർ.
സർ എനിക്ക് ബിസിനസ്സും കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല, എനിക്ക് ഈ പ്രോഡക്ട്സുകളെല്ലാം നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ എടുക്കാം, പ്രിഫേർഡ് കസ്റ്റമർ. പ്രിഫേർഡ് കസ്റ്റമർ ആവാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആരാണോ ഈ ഒരു ലിങ്ക് അയച്ചു തന്നത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആ വ്യക്തിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ അഡ്രസ്, ഇത്തരം ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക, ഒരു ഇമെയിൽ ഐ ഡി അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് നമ്പർ ക്രിയേറ്റ് ചെയ്ത് തരും. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മോദി കേരള ഓൾ ഇന്ത്യ ഏത് ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ആ ID നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മോദി കെയർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനിലും ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സുകളും വാങ്ങിക്കാം. ഇതാണ് നമ്മളൊരു പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്ന ആവാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രിഫേർഡ് കസ്റ്റമർ ആയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് 6 ബെനിഫിറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്പർ 1, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നു. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ. ഇത് മനസ്സിലാക്കാൻ ലോകത്തിലെ മറ്റേതൊരാളെക്കാളും മലയാളികൾക്ക് സാധിക്കും. കാരണം ഏതൊരു മലയാളിയുടെ വീട്ടിലും ഒരു പ്രവാസി ഉണ്ടാവും. ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെ ഇന്ത്യയിലും വിദേശത്തും 2 ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇന്റർനാഷണൽ ക്വാളിറ്റി എന്താണെന്നുള്ളത്. സോ ഇവിടെ നമുക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സിൽ നമുക്ക് ഈ പ്രോഡക്ട്സ് ലഭിക്കും. 2, റീസണബിൾ പ്രൈസ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള സെലിബ്രിറ്റി പ്രൊമോഷൻസോ ആഡോ ഹോൾസെയിൽ റേറ്റിൽ ഇത്തരത്തിലുള്ള ഭീമമായ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രോഡക്ട്സ് കിട്ടുന്നു. ആൻഡ് 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ഉൽപ്പന്നം വാങ്ങിക്കാൻ ഉപയോഗിക്കാം, ഒരു 10-20% വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആ പ്രോഡക്ട്സ് നിങ്ങൾക്ക് തിരികെ കൊടുക്കാം. അതിൻ്റെ മുഴുവൻ പണവും നിങ്ങൾക്ക് തിരികെ നൽകും. ദെൻ എല്ലാ പ്രോഡക്ട്സിനും നിങ്ങളൊരു പ്രിഫേർഡ് കസ്റ്റമർ ആണെങ്കിൽ പോലും എല്ലാ പ്രോഡക്ട്സിനും അപ് ടു 30% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു. ഇതൊരു നല്ല നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ആലോചിക്കണം, ഈ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ വാങ്ങിക്കുന്ന ഡ്രസ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കല്ല. ഈ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ നിത്യം വാങ്ങിക്കുന്ന ഡെയിലി യൂസ് പ്രോഡക്ട്സുകൾക്കാണ്. ഏകദേശം ഒരു 3600 രൂപയുടെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 600 രൂപയോളം നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. മെസ്സേജ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ദെൻ 2, എല്ലാ പ്രോഡക്ട്സിനും നമുക്കൊരു 1000, 2000, 3000 ഇത്തരത്തിൽ സ്ലാബുകളിൽ ഏകദേശം ഒരു 10% ഫ്രീ പ്രോഡക്ട്സ് കിട്ടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 രൂപയുടെ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ 300 രൂപയുടെ പ്രോഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ദെൻ ലോയൽറ്റി. ഒരു പക്ഷേ ഞാൻ മോദി കെയറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോയൽറ്റി. ഞാൻ ലോയൽറ്റി സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. എനിക്കിവിടെ ഒരാളെ കാണുന്നുണ്ട്, അനിത മടപ്പുരയ്ക്കൽ. അനിത മേഡം കുറേ കാലങ്ങളായിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന ഒരാളാണ്. അമരെ ക്ലിയർ? കൈ കാണിച്ചാൽ മതി. ഓക്കെ. കഴിഞ്ഞ ഒരു 6 മാസത്തോളമായിട്ട് സ്ഥിരമായിട്ട് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നു. 7ാമത്തെ മാസം ആ ഷോപ്പിന്റെ ഓണർ പറയുന്നു, അനിത മേഡം നിങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് സ്ഥിരമായിട്ട് എൻ്റെ കടയിൽ നിന്നും ഏകദേശം ഒരു 5000 രൂപയോടെ പ്രോഡക്ട്സുകൾ നിങ്ങൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് 7ാമത്തെ മാസം ഒരു 5000 രൂപയുടെ പ്രോഡക്ട്സ് അനിത മേഡത്തിന് ഫ്രീ. അങ്ങനെ പറയാനുള്ള ചാൻസ് 1% പോലും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മോദി കെയറിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോയൽറ്റിയാണ്. നിങ്ങൾ 6 മാസം സ്ഥിരമായിട്ട് മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 7ാമത്തെ മാസം 6 മാസത്തെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിൻ്റെ ആവറേജ് കണക്കിലെടുത്തുകൊണ്ട് 7ാമത്തെ മാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതൊരു ബ്യൂട്ടിഫുൾ ബെനിഫിറ്റ് ആണ്. ഓക്കെ. സോ ഇത്രയുമാണ് നമുക്കൊരു പ്രിഫേർഡ്. ഇതിൻ്റെ ടോട്ടൽ ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000 രൂപയ്ക്ക് ആണ് നിങ്ങൾ മോദി കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഏകദേശം 50% നിങ്ങൾക്ക് ലാഭമാണ്. ഏകദേശം 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. റൈറ്റ്. സോ ദ നെക്സ്റ്റ് മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായ അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളഞ്ഞ കോംപ്രമൈസ് ചെയ്ത ആ മുഴുവൻ സ്വപ്നങ്ങളും വാങ്ങിക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നേരത്തെ നമ്മുടെ ഇടനിലക്കാരും ഹോൾസെയിലും റീറ്റെയിലും ഇവർക്കൊക്കെ മാറ്റി വയ്ക്കുന്ന ഭീമമായ തുക നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബോണസ് ആയിട്ട് തരാൻ നമ്മുടെ കമ്പനി തയ്യാറാണ്. ഏകദേശം 72% ബോണസാണ് നമുക്ക് കിട്ടുന്നത്. ഈ പറയുന്ന രീതിയിൽ കാറും ടൂറും വീടും ഇന്റർനാഷണൽ ട്രിപ്സും ഒക്കെ ആയിട്ട് മനോഹരമായ ഒരു ബോണസ് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ വളരെ ഒരു മനോഹരമായ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഒരു സാധാരണ ഓപ്പൺ മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നതും മോദി കെയർ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്ന നമ്മളെ വ്യത്യാസം അത് വളരെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ പോലും നിങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റ് ആണ്. ഓക്കെ. ഏകദേശം നിങ്ങൾ നോക്കിയാലും ജനറൽ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഗ്യാരണ്ടിയോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ മോദി കെയറിൽ നിന്ന് 100% ഗ്യാരണ്ടി ഉണ്ട്. ജനറൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇല്ല, ഓഫർ ഇല്ല, ക്യാഷ് ബാക്ക് ഇല്ല, ലോയൽറ്റി ഇല്ല. എന്നാൽ മോദി കെയറിൽ നിന്ന് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്, 10% ഓഫർ ഉണ്ട് ആൻഡ് ക്യാഷ് ബാക്ക്. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫറാണ് ഇപ്പോൾ റീസെന്റ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മറ്റൊന്നുമല്ല, 30 വർഷം കംപ്ലീറ്റ് ചെയ്തതിന്റെ ഭാഗമായി
കമ്പനിയുടെ എല്ലാ കസ്റ്റമേഴ്സിനും കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഈ പറയുന്ന ഡിസ്കൗണ്ടിനൊക്കെ പുറമെ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ ഒരു ശതമാനം കമ്പനി കസ്റ്റമേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചുള്ളതാണ്. വലിയൊരു വിഷണറി ഒരു ചെയർമാന്റെ വലിയൊരു ക്വാളിറ്റിയാണ്. അതിന്റെ ഭാഗമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3000 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ പോലും ഏറ്റവും മിനിമം നിങ്ങളുടെ അക്കൗണ്ടിൽ 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് വരും. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു 3000 രൂപ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഡിസ്കൗണ്ടും ഓഫറും കാര്യങ്ങളെല്ലാം കഴിച്ച് അതിനൊക്കെ പുറമെ ഒരു 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് കിട്ടും. ഇത് പോയിന്റ് ഒന്നല്ല. 10-ാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഒന്ന് ക്രെഡിറ്റ് ചെയ്യാം. 10-ാം തീയതി അല്ല, 8-ാം തീയതി 7-ാം തീയതി ഒക്കെ വരും. ഇന്ന് ഒട്ടനവധി ആളുകൾക്ക് പേ ഔട്ട് പോകുന്ന ഒരു ദിവസമാണ്, ഈവൻ 8-ാം തീയതി ആയിട്ട് പോലും. സോ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബോണസാണ്. സോ ഈ ബോണസുകൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6000 അല്ലെങ്കിൽ ഒരു 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന എല്ലാ ബോണസും അക്കൗണ്ടിലെ ക്യാഷ് അടക്കം ഏകദേശം ഒരു 3030 രൂപയോളം അദ്ദേഹത്തിന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇതാണ് ആദ്യത്തെ ഏറ്റവും വലിയൊരു ഹൈലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇത്രയും പറഞ്ഞ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ ബ്രദേഴ്സ്, ഒത്തിരി ആളുകൾ ഈ പറയുന്ന 3000-നും 5000-നും ഈ ഉൽപ്പന്നങ്ങൾ ഒട്ടനവധി ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കുന്നവരാണ്. ഞാൻ പറയാം അല്ലെ, നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ഇനിയിപ്പോൾ എന്താ പറയുക, ഭരണം മാറിയാലും മാറിയില്ലെങ്കിലും, GST വന്നാലും വന്നില്ലെങ്കിലും ഈ പറയുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് ഞാനും നിങ്ങളും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ വാങ്ങിക്കുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ഒരു ബെനിഫിറ്റും ഇല്ലാതെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് നല്ലൊരു ബെനിഫിറ്റ് ആണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ തീർച്ചയായിട്ടും ഇത് നമുക്കൊരു 4 പേരോട് ഷെയർ ചെയ്യാൻ സാധിച്ചാൽ യുവർ ഫസ്റ്റ് ബിസിനസ്, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ 4 പേർക്കും നേരത്തെ ഈ സ്ക്രീനിൽ കാണിച്ച ഈ മുഴുവൻ ബെനിഫിറ്റും ആ 4 പേർക്കും കിട്ടുന്നു. ഇത് റെക്കമെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഇത് റെഫർ ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 1440 രൂപയുടെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. നേരത്തെ കാണിച്ച ബെനിഫിറ്റ് നിങ്ങൾ ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്യുന്നു ആൻഡ് ഹീ ഈസ് വെരി ഹാപ്പി. അനിത മാഡം ഹാപ്പി ആണല്ലോ അല്ലേ? 3000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1500 രൂപ ലാഭം, ഹാപ്പിയാണ്. അങ്ങനെ 4 പേരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, 4 പേർക്ക് ഞാൻ റെഫർ ചെയ്യുന്നു. ഇതിനെ വേണമെങ്കിൽ ആളെ ചേർത്താന്നോ അല്ലെങ്കിൽ ആളെ പിടിക്കാന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ ഓർക്കുക, നമ്മളൊക്കെ ഒട്ടനവധി ഇതുപോലുള്ള കമ്മ്യൂണിറ്റികളുടെ ഭാഗമാണ്. സോ ഈ ഒരു 4 പേർക്ക് നമ്മളിത് റെഫർ ചെയ്യുന്നു, നമുക്കും ബെനിഫിറ്റ് കിട്ടുന്നു, അവർക്കും ബെനിഫിറ്റ് കിട്ടുന്നു. നമുക്ക് ഏകദേശം ഒരു 1440 രൂപയുടെ ബെനിഫിറ്റാണ് കിട്ടുന്നത്. ആൻഡ് ഓൾ ആർ വെരി ഹാപ്പി. ആൻഡ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇതേ 4 പേരും ഇതുപോലെ അവരുടെ ഫ്രണ്ട്സിന്, അവരുടെ കൂട്ടുകാർക്ക്, അവരുടെ ഫാമിലിക്ക്, അവരുടെ ഒട്ടനവധി പരിചയമുള്ള ഏതെങ്കിലും ഒരു 4 പേർക്ക് ഇതുപോലെ അവർ ഷെയർ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മോദിക്കേരള ആദ്യത്തെ ലീഡർഷിപ്പ് ടൈറ്റിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു. യു ബിക്കം എ ഡയറക്ടർ. നിങ്ങൾക്കൊരു വെഹിക്കിൾ ബോണസും നാഷണൽ ട്രാവൽ ഫണ്ട് അടക്കം ഏകദേശം ഒരു 5000 രൂപയുടെ ഒരു വരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ബിസിനസ് മുന്നോട്ട് പോകുന്നു. എഗെയിൻ ആ കൂട്ടത്തിൽ ഈ ബിസിനസിന്റെ മറ്റൊരു മനോഹരമായ ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ നേരത്തെ അച്ചീവ് ചെയ്ത ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്ന സമയത്ത് നമ്മൾ സീനിയർ ഡയറക്ടർ ആവും. ഇത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. വിൻ സ്ട്രാറ്റജി. നോർമൽ നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് വിൻ ആൻഡ് ലൂസ് ആണ്. എന്നാൽ ഇവിടെ വിൻ സ്ട്രാറ്റജിയാണ്. നമ്മൾ വരുന്നു, ഡയറക്ടർ ആവുന്നു, നമ്മൾ കൂടെ വരുന്ന ഒരാൾ നമ്മൾ ഡയറക്ടർ ആക്കുന്നു, നമ്മൾ സീനിയർ ഡയറക്ടർ ആക്കുന്നു. ആ സമയത്ത് നമുക്ക് നാഷണൽ ബോണസ് ട്രാവൽ ഫണ്ട് ഉൾപ്പെടെ ഏകദേശം ഒരു 7000 ചില്ലം രൂപയുടെ ഒരു വരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നു. ദെൻ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇതുപോലെ ഒരു ഡയറക്ടർ റാങ്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് വേൾഡ് ടൂർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് യുവർ ഇൻകം 8000 ചില്ലം രൂപയുടെ മുകളിലേക്ക് നിങ്ങളുടെ ഇൻകം ഉയരുന്നു. ഇതെല്ലാം മിനിമം ഇൻകം ആണ് പറയുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ, നിങ്ങളുടെ ടേൺ ഓവറിന്റെ, നിങ്ങളുടെ ടീമിന്റെ സൈസിനനുസരിച്ച് പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ വോളിയത്തിനനുസരിച്ച് വരുമാനം വീണ്ടും കൂടുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം മിനിമം ആണ് പറയുന്നത്. എഗെയിൻ നമ്മുടെ നേരത്തെ ലൈഫായിട്ടുള്ള നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച കാറ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് വാങ്ങിക്കാൻ ഒരു 3 പേരെ ഒരു ഡയറക്ടർ റാങ്കിലേക്ക് നമ്മളൊന്ന് കൈപിടിച്ച് ഉയർത്താൻ, ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, ഒന്ന് കൂടെ നിർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ 3 പേർക്കും മിനിമം ഒരു ആവറേജ് ഒരു 5000 രൂപയുടെ വരുമാനത്തിലെത്തുന്നു. ആൻഡ് യു വിൽ ബിക്കം എ SED, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാഹനം സ്വന്തമാക്കാനുള്ള ഒരു പൊസിഷൻ എത്തുന്നു. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു 14000 രൂപ 15000 രൂപ ഇൻകത്തിലേക്ക് എത്തുന്നു. ആൻഡ് ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. 4 പേരും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 പേരും ഡയറക്ടർ ആകും. 4 പേർക്കും ഒരു 5000 രൂപ 6000 രൂപ അല്ലെങ്കിൽ ആ രീതിയിൽ വരുമാനം എത്തുന്നു. അവരും ഹാപ്പി. ആൻഡ് യു ബിക്കം എ പ്ലാറ്റിനം ഡയറക്ടർ. നിങ്ങൾക്ക് ഏകദേശം ഒരു 18000 രൂപയോളം വരുമാനത്തിലെത്തുന്നു.
വേൾഡ് ടൂർ ഫണ്ടും ഹൗസ് ഫണ്ടും കാർ ഫണ്ടും ഉൾപ്പെടെ മനോഹരമായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, ബിസിനസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ താഴെയുള്ള 2 പേര് എക്സിക്യൂട്ടീവ് റാങ്കിൽ എത്തുന്ന സമയത്ത് യുവർ ഇൻകം 46,000 എത്തുന്നു. 2 പേര് പ്ലാറ്റിനം ഡയറക്ടർ, 2 എക്സിക്യൂട്ടീവ് സീനിയർ എക്സിക്യൂട്ടീവ് റാങ്കിൽ എത്തുന്ന സമയത്ത് യു ബിക്കം എ മില്യണയർ. നമ്മുടെ സ്വപ്ന തുല്യമായ ഒരു വരുമാനത്തിലേക്ക് എത്തുന്നു. മാസം 1,00,000 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന എത്ര പേർക്ക് മാസം 1,00,000 രൂപ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റിയോ ബിസിനസ്സോ ക്വാളിഫിക്കേഷനോ വെച്ച് മാസം 1,00,000 രൂപ വരുമാനം വാങ്ങിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ എലിജിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നല്ലത്. എന്നാൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്താൽ ഏതൊരാൾക്കും ഈ ഒരു മാസം 1,00,000 രൂപ വരുമാനത്തിലേക്ക് എത്താം. ദെൻ ഇവിടെ നമ്മളൊരു ടോട്ടൽ ഇതിൻ്റെ ഒരു സമ്മറി കാണിക്കുന്നത് മാത്രം. ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റുകൾക്കും നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. ദെൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒട്ടനവധി ടൂൾസ്, നേരത്തെ പറഞ്ഞ പോലെ പ്രോഡക്റ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും എല്ലാറ്റിനും നമുക്ക് ലീഫ്ലെറ്റുകളും ഓൺലൈൻ ട്രെയിനിങ്സും അതുപോലെ യൂട്യൂബ് വീഡിയോസും ഒട്ടനവധി സപ്പോർട്ട് നമുക്ക് കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നു. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഇത് തുടക്കത്തിൽ നമ്മളോട് ചോദിച്ച പോലെ, ആർ യു ലിവിങ് വിത്ത് യുവർ ഡ്രീം? നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളോടൊപ്പമാണോ ജീവിക്കുന്നത്? എന്നാൽ അതേപോലെ നമ്മൾ അവസാനം വീണ്ടും ചോദിക്കുന്നു, ഇത്രയും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇഫ് നോട്ട് മോദിഗർ ദെൻ വാട്ട്? നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാവുന്ന മറ്റേതെങ്കിലും ഒരു അവസരം ഉണ്ട്. ആ അവസരത്തിന് നമ്മൾ പ്രാപ്തനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്കുള്ളതല്ല. ഐ എം സോറി. അതല്ല, നാട്ടിൽ ഇഷ്ടംപോലെ 1,00,000, 5,00,000, 10,00,000 ഒക്കെ വരുമാനം കിട്ടുന്ന ഇഷ്ടംപോലെ മേഖലകളുണ്ട്. പക്ഷെ പല മേഖലകൾക്കും നമ്മൾ ആപ്റ്റ് അല്ല എന്നുള്ളതാണ്. പല മേഖലകൾക്കും നമ്മൾ ക്വാളിഫൈഡ് അല്ല. റൈറ്റ്? എന്നാൽ ഇവിടെ ഒരു സാധാരണക്കാരൻ ഈ പറയുന്ന മുഴുവൻ സ്വപ്നങ്ങളും വാങ്ങിക്കാവുന്ന ഒരു മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി. ഇഫ് നോട്ട് മോദിഗർ ദെൻ വാട്ട്? I believe one of the best opportunity. If not